ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ടെക് ന്യൂസ് ആണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ടെക്നോളജി വാർത്തകൾ എന്ന് നോക്കാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിളിന്റെ ഭാഗത്തുള്ള ചില തരികളാണ്. ഒന്ന്, ആപ്പിളിന്റെ ഹെയർ ലൈൻ ക്രാക്കുകൾ വന്നാൽ അവരത് വാറണ്ടിയിൽ കവർ ചെയ്യും എന്നുള്ള ഒരു വാർത്ത ഓൾറെഡി ഉള്ള ഒരു ഇതാണ് അവരുടെ. അതായത് ഹെയർ ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രീതിയിൽ കാണാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള ചെറിയൊരു ക്രാക്ക്, ബട്ട് ഡീപ്പാണ്. അങ്ങനെയുള്ള ക്രാക്കുകൾക്ക് അവർ വാറണ്ടിയിൽ കവർ ചെയ്യുമായിരുന്നു ഇതുവരെ. പക്ഷേ ഇനി അതില്ല. ഇനി അങ്ങനെയുള്ള ഹെയർ ലൈൻ ക്രാക്ക് ആണെങ്കിലും അതിന് കസ്റ്റമർ പൈസ കൊടുത്ത് തന്നെ ശരിയാക്കണം. അതായത് ഡിസ്പ്ലേക്ക് എന്ത് സംഭവിച്ചാലും ഇനി അവനവൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് ശരിയാക്കുക എന്നുള്ള രീതിയാണ് ആപ്പിൾ പറയുന്നത്. പക്ഷേ ഈ ഹെയർ ലൈൻ ക്രാക്കിൻ്റെ ഒരു നിയമം ഉള്ളതും അവരിങ്ങനെ ഹെയർ ലൈൻ ക്രാക്ക് വന്നാൽ അത് ശരിയാക്കി കൊടുക്കുക എന്നുള്ളതൊന്നും നമ്മൾ ഇതുവരെ ഇവിടെ ആർക്കും കിട്ടിയതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെയുള്ള സർവീസൊന്നും ഡിസ്പ്ലേ ക്രാക്ക് എന്ത് സംഭവിച്ചാലും കാശ് കൊടുത്ത് തന്നെ നമ്മൾ ശരിയാക്കാറുള്ളത്. ബട്ട് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നത്രേ, അതിപ്പോൾ എടുത്ത് കളഞ്ഞത്രേ. എന്തായാലും വാർത്തകളാണ്, ഒഫീഷ്യലി എനിക്ക് നോട്ടീസൊന്നും വന്നില്ല. എന്തായാലും അങ്ങനെയൊക്കെ ഒരു സംഭവം നിങ്ങളാരൊക്കെ യൂസ് ചെയ്ത് ബെനിഫിറ്റ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനി ഇല്ല. ഹെയർ ലൈൻ ക്രാക്ക് വന്നാലും കാശ് കൊടുത്ത് തന്നെ ശരിയാക്കണം. അതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആപ്പിൾ ചെയ്തിരിക്കുന്ന മറ്റൊരു തരികിട പരിപാടി എന്ന് പറയുന്നത് ആപ്പിളിന്റെ iOS 18 വന്നപ്പോൾ അതിൽ ChatGPT ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ മറ്റേതെങ്കിലും കമ്പനിയുടെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഒക്കെ നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് പൈസ കൊടുക്കണം. പക്ഷേ ആപ്പിൾ ഇവിടെ നൈസായി നമ്പർ ഇറക്കിയിരിക്കുകയാണ്. പൈസ ഒന്നും കൊടുക്കുന്നില്ല. പകരം ഐഫോൺ വൈഡ്ലി സ്പ്രെഡായി കിടക്കുകയല്ലേ, അതിലോട്ട് ChatGPT കയറ്റുമ്പോൾ ChatGPT എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവുകയാണ്. അത് ChatGPT സംബന്ധിച്ച് ഭയങ്കര ലാഭകരമാണ്. സോ അതാണ് അതിൻ്റെ പേയ്മെൻറ്റ്. പക്ഷേ ChatGPTയുടെ ആൾക്കാർ അത്ര മണ്ടന്മാരൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഇത് എല്ലാവരും ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയാണല്ലോ എന്ന് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും ഇത് അനുവദിച്ചിരിക്കുന്നത്. ഭാവിയിൽ ചിലപ്പോൾ ഇത് പേയ്മെൻറ്റിലേക്ക് മാറുമായിരിക്കാം. സോ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം അത് ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാ AI ഫീച്ചറുകളും ഫ്രീ ആണെന്ന് ആപ്പിൾ അനൗൺസ് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം. എന്തായാലും ആപ്പിളിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള തക്കിട പരിപാടികൾ കാണുമ്പോൾ തന്നെ ആൻഡ്രോയിഡ് 15 ഒരു നല്ല അപ്ഡേറ്റ് വരുന്നുണ്ട്. ലോക്ക്ഡൗൺ മോഡ്. അതായത് നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഫോൺ ചാർജ് ചെയ്യാൻ ഇടുക എന്ന് പറയുന്നത് പൊതുവെ ആരും ചെയ്യാത്ത കാര്യമാണ്. കാരണം അതിനകത്ത് കുത്തിയിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള വൈറസ് അറ്റാക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ പല ന്യൂസുകളിൽ കണ്ടു കഴിഞ്ഞു. എന്നാൽ അത് വരാതിരിക്കാൻ വേണ്ടി ആൻഡ്രോയിഡ് ഫോണുകളിൽ ഇനി മുതൽ ലോക്ക്ഡൗൺ മോഡ് ഉണ്ടാവും. പവർ ഓഫ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ പവർ ഓഫിൻ്റെ അവിടെ തന്നെ റീസ്റ്റാർട്ട് പവർ ഓഫ്, അത് കൂടാതെ ഒരു ലോക്ക്ഡൗൺ മോഡും കാണും. അത് വെച്ച് കഴിഞ്ഞാൽ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ലോക്കായ രീതിയിൽ നിൽക്കും. എന്തെങ്കിലും നമുക്ക് വൈറസ് നമ്മുടെ ചാർജിങ് ബോർഡോടെ കയറാൻ ശ്രമിച്ചാൽ കയറാൻ പറ്റില്ല. USB ഒക്കെ ലോക്കായിരിക്കും. ആ രീതിയിൽ ആൻഡ്രോയിഡിനെ സേഫ് ആക്കുന്ന ഒരു ലോക്ക്ഡൗൺ മോഡ് വന്നിരിക്കുന്നു ആൻഡ്രോയിഡ് 15. പക്ഷേ ഇത് പിക്സൽ ഡിവൈസുകളിൽ ഡിഫോൾട്ടായിട്ട് വരും. മറ്റുള്ള കമ്പനികൾ ഇത് എനേബിൾ ചെയ്യേണ്ടി വരും. ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം, കാരണം നല്ലൊരു ഫീച്ചർ അല്ലേ. ഇനി അടുത്തൊരു സാഡ് ന്യൂസ് ഉള്ളത് യൂട്യൂബ് യൂസേഴ്സിനാണ്. അത് വെറും യൂട്യൂബ് യൂസേഴ്സിനല്ല, ആഡ് കാണാതിരിക്കാൻ വേണ്ടി ആഡ് ബ്ലോക്കർ, യൂട്യൂബ് ബാൻസ് ഒക്കെ വെച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാണ് സാഡ് ന്യൂസ്. ഇനി മുതൽ ആ പരിപാടി ഒന്നും നടക്കില്ല. യൂട്യൂബ് വീഡിയോയ്ക്കകത്തേക്ക് തന്നെ ഈ ആഡ് എംബഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇനി വീഡിയോസ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ. ഇതിന് സെർവർ സൈഡ് ഇഞ്ചക്ഷൻ എന്നാണ് അവർ പറയുന്നത്. അതായത് വീഡിയോ വരുമ്പോൾ വീഡിയോയുടെ ഭാഗമായിട്ടായിരിക്കും ആഡ് വരിക. അതല്ലാണ്ട് ആഡ് സെപ്പറേറ്റ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കില്ല. ഇത് രണ്ടും ഒരുമിച്ചിങ് വരും. അപ്പോൾ ഒരു തരത്തിലും ഇനി നമുക്ക് ആഡ് ബ്ലോക്കറുകളോ അല്ലെങ്കിൽ യൂട്യൂബ് ബാൻസോ ഒന്നും വർക്ക് ചെയ്യില്ല എന്ന സാരം. ഇതൊക്കെ ഉണ്ടായിട്ട് തന്നെ ആൾക്കാർ ഈ രീതിയൊക്കെ കണ്ടിട്ട് പോലും യൂട്യൂബിൽ ഇപ്പോൾ വ്യൂ കുറവാണ് പലതിനും. ഇനി ഇത് ഇപ്പോൾ പരസ്യം സ്കിപ്പ് ചെയ്യാനേ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇട്ടിട്ട് പോകുമെന്നുള്ള കാര്യം കണ്ട് തന്നെ അറിയണം. എന്തായാലും ഇങ്ങനൊരു വാർത്തയുണ്ട് ഇപ്പോൾ. ഇനി അടുത്തൊരു കാര്യം, Xiaomi 14CV എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് പേര് എൻ്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്, റിവ്യൂ ചോദിക്കുന്നുണ്ട്. വരുന്നുണ്ട്, പ്രൊഡക്റ്റ് വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ വീഡിയോ കൊണ്ടുവരും. പക്ഷേ അത് പ്രൊഡക്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അത് സ്നാപ്ഡ്രാഗൺ 8S Gen 3, അതേപോലെ 67 വാട്ട് ചാർജിങ്, 4700 mAh ബാറ്ററി, അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിട്ട് വരുന്നൊരു ഫോണാണ്. നല്ല ഫോണാണ്. പക്ഷേ അതിൻ്റെ വില 43,000 രൂപയാണ്. ഇതേ കമ്പനിയുടെ തന്നെയാണല്ലോ പോക്കോ F6 എന്ന് പറയുന്നതും. അതിലും 8S Gen 3 തന്നെയാണുള്ളത്. 5000 mAh ബാറ്ററി ഉണ്ട്, 90 വാട്ട് ചാർജിങ് ഉണ്ട്, നല്ല ക്യാമറയും അതിലുണ്ട്. അതിന് 26,000 രൂപ റേഞ്ചിലെ വിലയുള്ളൂ. 26,000 പോക്കോ F6 വേണ്ടാന്ന് വെച്ച് Xiaomi 14CV 43,000 കൊടുത്തെടുക്കാൻ മാത്രം അതിൽ എന്താണെന്ന് ചോദിച്ചാൽ ക്യാമറ സെൻട്രിക് എന്നാണ് പറയുന്നത്. ബട്ട് ഞാനതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഒക്കെ പല വീഡിയോസിൽ കണ്ടു. അത്ര വലിയ ഇമ്പ്രസീവ് ആയിട്ടൊന്നും തോന്നിയില്ല. പോക്കോ F6 ഓൾറെഡി നല്ല ക്യാമറയാണ് താനും. സോ 26,000 ഇത് കിട്ടുമ്പോൾ 43,000 കൊടുത്തത് ആരെങ്കിലും എടുക്കുമോ? അത് വാല്യൂ ഫോർ മണി ആണെന്ന് ആരെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും ആൾക്കാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി അവരുടെ ലൈവിൽ കമൻറ്റൊക്കെ പോയി നോക്കാൻ പോയപ്പോൾ കമൻറ്റൊക്കെ ഓഫാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നും ഈ വില ഡിഫറൻസും ഈ സ്പെക്കും കാണുമ്പോൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാനൊരു ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ പറയുന്നില്ല, കാരണം പ്രൊഡക്റ്റ് വരട്ടെ, ചിലവ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പുതിയൊരു അനുഭവം കിട്ടിയാലോ, അപ്പോൾ പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാവരും കമൻറ്റ് കൂടി നോക്കണം. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് വരാൻ പോകുന്നത് Realme GT6 എന്ന ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതും 8S Gen 3 വെച്ചാണ് വരുന്നത്. അതിൽ 5500 mAh ബാറ്ററിയും 120 വാട്ട് ചാർജിങ് ഉണ്ടായിരിക്കും. ഇതിനേക്കാളെന്നല്ല ഒരു മികച്ച ക്യാമറ സെറ്റപ്പ്, അതും ഒരു ക്യാമറ സെൻറ്ററിൽ തന്നെയാണ്. അതിൽ മികച്ച ക്യാമറ സെറ്റപ്പ് ഉണ്ടായിരിക്കും. വില 40,000 താഴെയാവുമെന്നും കേൾക്കുന്നു. സോ CVയുടെ കാര്യം എന്താവുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി അടുത്തൊരു വാർത്തയാണ്, OnePlus Nord C4 Lite വരാൻ പോകുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും കേട്ടില്ല. സ്നാപ്ഡ്രാഗൺ 695 തന്നെ പ്രോസസ്സർ എന്നാണ് കേൾക്കുന്നത്. ചിലർ പറയുന്നു 6 Gen 1 ആയിരിക്കുമെന്ന്. രണ്ടിലേതായാലും വേണ്ടില്ല, 20,000 റേഞ്ചിൽ ഒരു
OnePlus ഫോൺ കൂടി വരുന്നു, അത്രേ ഉള്ളൂ. വലിയ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്തയും കേട്ടില്ല. എന്തായാലും വരട്ടെ. ഇനി മറ്റൊരു നല്ല വാർത്ത, സാംസങ് ഫാൻസ് ഒക്കെ S20 FE അല്ലെങ്കിൽ S21 FE അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഫോണുകളാണ്. FE ഫോണുകൾ, ഫാൻ എഡിഷൻ ഫോണുകൾ 24 FE വരാൻ പോകുന്നുണ്ട്. പ്രൊസസർ വൈസും ഡിസ്പ്ലേ വൈസും അപ്ഗ്രേഡഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് രണ്ടും അപ്ഗ്രേഡ് ആകുമ്പോൾ തന്നെ അത്യാവശ്യം അപ്ഗ്രേഡ് ആയ ഫോണെന്ന് പറയാമല്ലോ അല്ലേ. എന്തായാലും വരുന്നുണ്ട്. ചാർജിങ് ബാറ്ററി ഒന്നും വലിയ അപ്ഗ്രേഡ് ഇല്ലെന്നാണ് പറയുന്നത്. ബട്ട് സംഗതി നന്നായിരിക്കും. S24 FE വരുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് ഫോൾഡ് 6, ഫ്ലിപ്പ് 6 ഒക്കെ വരാറായിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പോൾ വരും. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ വരും. നമ്മുടെ ഒരേ ഒരു കാര്യം മാത്രം ചില ആൾക്കാരുടെ കൺഫ്യൂഷൻ ആയിരുന്നു, ഫോൾഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡിസ്പ്ലേ ഇങ്ങനെ മടക്കുന്നവർക്ക് ചെയ്യുമ്പോൾ ഡാമേജ് ആവില്ലേ എന്ന്. ഫോൾഡ് 5 ആണത്. ഇത് സാംസങ്ങിന്റെ ഫോൾഡ് 5 ആണ്. ഒരു വർഷമായിട്ട് എൻ്റെ വൈഫ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈമറി ഫോണാണ്. ഇതുവരെയായിട്ടും ഒരു കുഴപ്പമില്ല, സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ക കണ്ടീഷൻ. ഇതുവരെയുള്ള കാര്യമാണ് പറയുന്നത്. നാളെ മേലൊന്നും സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഫ്ലിപ്പാണ് അവൾക്ക് ഇഷ്ടമെങ്കിലും അത് മാറ്റി ഇത് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ഫ്ലിപ്പിൽ ബാറ്ററി ലൈഫ് കുറവാണ്. ഞാൻ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഓക്കെയാണ്, ഇതിന് കംപ്ലൈൻറ്റ് ഒന്നും വരുന്നില്ല. സാംസങ്ങിൻ്റെ ഈ ഫോൺ എന്നെ സംബന്ധിച്ച് സെറ്റാണ്. സോ ഫോൾഡ് 6 വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഗംഭീര ഫോണായിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം, സാംസങ്ങിൻ്റെ F15 ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഫോണൊക്കെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 12,000 ആ ഫോണിന് ഇപ്പോൾ ഒരു 750 രൂപയുടെ എയർടെല്ലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓഫും വരുന്നുണ്ട്. 50 GB ഡാറ്റയും എക്സ്ട്രാ കിട്ടും. ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, സൈഡിൽ കാണിക്കാം, വായിച്ച് നോക്കിക്കോളൂ. ഒന്ന് പൗസ് ചെയ്ത് വിശദമായിട്ട് വായിച്ച് നോക്കിക്കോളൂ. എയർടെൽ സിം യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ആയേക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ എയർടെൽ സിം എടുക്കുകയാണെങ്കിലും 750 രൂപയ്ക്ക് വേണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോണിൻ്റെ ഒപ്പം ഉപയോഗിക്കുകയാണെങ്കിൽ 18 മാസത്തോളം തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഓഫറൊക്കെ കിട്ടും. തീർച്ചയായിട്ടും പരിഗണിക്കും. ഇനി ലാസ്റ്റത്തെ 2-3 വാർത്തകൾ. ജിയോ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കൊണ്ടുവരാൻ പോകുന്നു. അതിന് വേണ്ടുന്ന അപ്രൂവലും കാര്യങ്ങൾ അവർ കിട്ടിയിട്ടുണ്ട്. താമസിയാതെ വരുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യമാണ്, സ്നാപ്ഡ്രാഗൺ സമ്മിറ്റ് നടക്കാൻ പോകുന്നുണ്ട്. 21, 23 ഒക്ടോബറിലാണ് നടക്കാൻ പോകുന്നത്. 8 Gen 4 അത് വരാൻ പോകുന്നു. ഇനി കുറേ ബ്രാൻഡുകളുടെ കേൾക്കാം 8 Gen 4 വെച്ചുകൊണ്ട് ഇന്ത്യസ് ഫസ്റ്റ് ഫോൺ. ആ സാധനം വരാറായിരുന്നു. ഒക്ടോബർ 21, 23 ഇടയ്ക്കാണ് സമ്മിറ്റ്. മറ്റൊരു കാര്യം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ട്വിറ്ററിൽ ലൈക്ക് അവരെടുത്തു കളഞ്ഞു. ലൈക്ക് മീൻസ് നമ്മൾ ലൈക്ക് ചെയ്തത് എന്തൊക്കെയാണെന്ന് മറ്റുള്ളവർ അറിയുന്ന സാഹചര്യം എടുത്തു കളഞ്ഞു. ഇനി മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല നമ്മൾ എന്തൊക്കെയാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി എന്തിനൊക്കെ വേണമെങ്കിൽ ലൈക്ക് ചെയ്യാം. ആരും അറിയില്ല നിങ്ങൾ എന്താണ് ലൈക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. അതൊരു നല്ല ഫീച്ചറായെന്നാണ് പറയുന്നത്. കാരണം അത് എനേബിൾ ചെയ്തതോടുകൂടി, അതായത് ഈ നമ്മൾ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നതോടുകൂടി ലൈക്കുകളുടെ എണ്ണം കൂടി. എത്ര ട്വിറ്ററിൽ ഒരുപാട് പേര് ലൈക്ക് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്കും പോയി ലൈക്ക് ചെയ്യാം എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ. ആരും അറിയില്ല. എന്തായാലും പ്രതാപ് ജി ടെക് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ടെക് ന്യൂസുകളും, മിക്കവാറും എല്ലാ ടെക് ന്യൂസുകളും ഓൾറെഡി നമ്മുടെ ട്വിറ്ററിൽ വന്നു കഴിഞ്ഞതാണ്. അവിടെ എല്ലാം കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. സോ അത്രയുമാണ് ഇന്നത്തെ ഒരു ചെറിയ ടെക് ന്യൂസ്. കൂടുതൽ ടെക്നോളജി വാർത്തകളും മറ്റുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.